ക്രോസ് വെന്റിലേഷൻ്റെ അപാരമായ സാധ്യതകൾ പ്രവാചകനാൽ വിശുദ്ധനാക്കപ്പെട്ട അദ്ദേഹം അറേബ്യ രാജാവിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച് ഈ പള്ളിക്ക് എങ്ങനെയാണ് ചേരമാൻ ജുമാ മസ്ജിദ് എന്ന പേര് വന്നത്? ഇപ്പോൾ അടുത്താണ് മാറ്റിയത്. 2 ഖബറുകൾ കാണാം. അത് മാലിക് ബിൻ ഹബീബിൻ്റെയും ഏറ്റവും മനോഹരമായതും ഈ മിമ്പർ തന്നെയാണ്. പള്ളികൾ പുനർനിർമ്മിക്കാൻ തുടങ്ങിയത് മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളി എന്നൊരു വിശേഷണം കൂടി ചേരമാൻ ജുമാ മസ്ജിദിനുണ്ട്. ഇസ്ലാമിക പണ്ഡിതനായ മാലിക് ദിനാർ AD 629 ഈ ജുമാ മസ്ജിദ് സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2016 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി രാജാവിനെ സന്ദർശിച്ചപ്പോൾ ചേരമാൻ പള്ളിയുടെ സുവർണ മാതൃകയാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. സാധാരണ മുസ്ലിം പള്ളികൾ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നമുക്ക് കാണാറുള്ളത്. എന്നാൽ അതിപുരാതനമായ ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ ഇത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിലുള്ള സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നെങ്കിലും ഇടക്കാലത്തെ പള്ളി സാധാരണ നിലയിലേക്ക് ഒരു കോൺക്രീറ്റ് രീതിയിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയായിരുന്നു. പിന്നീട് അത് മാറ്റിയാണ് വീണ്ടും ആ പഴയ കാലത്തിലുള്ള ആ പഴയ രൂപത്തിലേക്ക് ഈ പള്ളിയെ കൊണ്ടുവന്നത്. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പള്ളിയെന്നോ അമ്പലമെന്നോ വേർതിരിവില്ലാത്തൊരു സ്ട്രക്ചറായിരുന്നു നമ്മുടെ ആരാധനാലയങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ചേരമാൻ പള്ളി കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് കാണുമ്പോഴുമൊക്കെ അതിനൊരു ക്ഷേത്ര മാതൃകയൊക്കെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും മാതൃക ഈ തരത്തിൽ തന്നെയായിരുന്നു. പിന്നീട് കാലം മാറി ഓരോന്നും കണ്ടാൽ മനസ്സിലാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതാത് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലൊക്കെ പള്ളികൾ പുനർനിർമ്മിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചേരമാൻ പള്ളി ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നുവോ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയായിരുന്നോ നമ്മുടെ ആ സ്ട്രക്ചർ വീണ്ടും ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദ് എന്ന നിലയിലാണ് മുസിരിസ് പൈതൃക പദ്ധതിയിൽ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ പ്രാധാന്യം. AD 629 മാലിക് ഇബ്നു ദിനാർ നിർമ്മിച്ച ഈ പള്ളി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ പറവൂർ കൊടുങ്ങല്ലൂർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് ചേരമാൻ ജുമാ മസ്ജിദ് ആദ്യകാലത്തുണ്ടായിരുന്നത്. പിന്നീട് പല കാലങ്ങളിലായി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകണം. എങ്കിലും കമനീയമായ ആദിമ ശൈലിക്ക് മാറ്റം വരുത്തിയിരുന്നില്ല. എന്നാൽ ഇടക്കാലത്ത് ഇൻഡോ ഗോത്തിക് ശൈലിയോട് സാമ്യമുള്ള രീതിയിൽ പുനർനിർമ്മിച്ചപ്പോൾ അതിൻ്റെ സ്വാഭാവിക ഭംഗി പൂർണ്ണമായും ഇല്ലാതെയായി എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അതീവ ചരിത്ര പ്രാധാന്യമുള്ള പള്ളി അതിൻ്റെ തനിമയിൽ പുനരുദ്ധരിച്ചു. മഹനീയമായ വാസ്തുവിദ്യയുടെ അഴകളവുകൾ കൃത്യമായി പാലിച്ച് ചേരമാൻ ജുമാ മസ്ജിദ് തലയെടുപ്പോടെ നിലനിൽക്കുന്നു. ഈ പള്ളിക്ക് എങ്ങനെയാണ് ചേരമാൻ ജുമാ മസ്ജിദ് എന്ന പേര് വന്നത്? അതുമായി ബന്ധപ്പെട്ട ഒരു ചേരമാൻ കഥ. അവസാനത്തെ ചേര ചക്രവർത്തി അഥവാ ചേരമാൻ പെരുമാൾ തൻ്റെ രാജ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുത്തതിനു ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. കേരളത്തിൽ നിന്നും പോയ പെരുമാൾ അറേബ്യൻ തീരത്തൊരു തുറമുഖത്തിറങ്ങിയെന്നും ജദാഹ് എന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകനെ കാണുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് പ്രവാചകനാൽ വിശുദ്ധനാക്കപ്പെട്ട അദ്ദേഹം അറേബ്യ രാജാവിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച് 5 വർഷം സുഖമായി വസിച്ചത്രേ. പിന്നെ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ പുറപ്പെട്ടു. എന്നാൽ ആ ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പ് മാർഗമധ്യേ അദ്ദേഹം ചരമഗതി പ്രാപിക്കുകയും അറേബ്യൻ കരയിൽ ഒരിടത്ത് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് കഥ. അദ്ദേഹം മരണപ്പെടുന്നതിനു മുമ്പ് തന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് കൊടുത്ത കത്തുമായി കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയവർക്ക് അനുയോജ്യമായ ഒരിടത്ത് പള്ളി പണിയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മലബാറിലെ ഇസ്ലാം മത പ്രചാരത്തെ സംബന്ധിച്ച പ്രചാരത്തിലിരിക്കുന്ന ഏറ്റവും പ്രാചീനമായ ഐതിഹ്യമെന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ കഥയുടെ ചരിത്രപരമായ യാഥാർത്ഥ്യതയിൽ നബി തിരുമേനിയുടെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ഈ കഥയ്ക്ക് വിശ്വാസ്യത പോരാ എന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. പള്ളിയുടെ പുറത്തെ കാഴ്ചകൾ മുതൽ അകത്തുള്ള ഓരോ ഇഞ്ചും പോയ കാലത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. പള്ളിയുടെ തെക്കുവശത്തെ നീണ്ട ഇടനാഴി അവസാനിക്കുന്നതിന് മുൻപ് 2 ഖബറുകൾ കാണാം. അത് മാലിക് ബിൻ ഹബീബിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന ഖുമരിയ ബീവിയുടേതുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാലിക് ദിനാറിൻ്റെ പിൻഗാമിയും സഹോദരപുത്രനുമാണ് മാലിക് ബിൻ ഹബീബ്.
പള്ളിയുടെ വിശാലമായ തളത്തിൻ്റെ മധ്യഭാഗത്ത് വലിയൊരു തൂക്കുവിളക്ക് കാണാം. അതിൽ കൊടുങ്ങല്ലൂർ കിഴക്കേ ജുമാ പള്ളി വക എന്നെഴുതിയിട്ടുണ്ട്. പുരാതനമായ നിറക്കൂട്ടുകളാൽ കമനീയമാക്കി ഗംഭീരമായ കടച്ചിൽ പണികളോടെ കൊത്തുപണികൾ നിറഞ്ഞ മിമ്പർ പള്ളിയുടെ ഗതകാല പ്രൗഢി വിളിച്ചോതുന്നു. പോയ കാലഘട്ടത്തിലെ ശില്പികളുടെ കരവിരുതിൻ്റെ ഉദാഹരണമാണ് ഈ മിമ്പർ. മാത്രവുമല്ല, ഇത്ര കാലവും ഇതിനെ അതിൻ്റെ തനിമയോടെ സംരക്ഷിച്ചിരിക്കുന്നു. ഈ പള്ളിക്കുള്ളിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഗംഭീരമായ കാഴ്ചകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും മനോഹരമായതും ഈ മിമ്പർ തന്നെയാണ്. പള്ളികളുടെ അകത്തെ എല്ലാ ഭാഗങ്ങളിലും നടന്ന് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കേരളത്തെ സ്നേഹിക്കുന്ന, നമ്മളുടെ വാസ്തുവിദ്യയെ സ്നേഹിക്കുന്ന, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ആദ്യത്തെ പള്ളിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭവമാണ് ഉണ്ടാകുക. തടി ഗോവേണി കയറി നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറും. പഴയ കാല നിർമ്മിതികളിൽ, കൊട്ടാരങ്ങളിലും പഴയ വീടുകളിലുമൊക്കെ കാണുന്നത് പോലെ തന്നെ മുകളിൽ കയറി അത് അടയ്ക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സുഗമമായ വായുസഞ്ചാരത്തിന് വാതിലുകളും ജനലുകളുമൊക്കെ നിരവധി അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നമ്മൾ ആ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും മരത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം പ്രകടമാക്കുന്ന രീതിയിലുള്ള നിർമ്മിതിയാണുള്ളത്. പുറത്തേക്കുള്ള ആ ഒരു വാതിൽ തുറന്നാൽ ചെറിയൊരു ബാൽക്കണി കാണാം. ക്രോസ് വെന്റിലേഷൻ്റെ അപാരമായ സാധ്യതകൾ പൂർണ്ണമായും ഈ സ്ട്രക്ചറിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആ ഹാളിൽ നിന്നും മറ്റൊരു ചെറിയ കോവേണി കൂടി നമുക്ക് കാണാം. അതുവഴി മുകൾ നിലയിലേക്ക് കയറാം. ജുമാ പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. നിരനിരയായി കൊടുത്തിരിക്കുന്ന ചെറിയ ജനാലകളിലൂടെ വരുന്ന പ്രകാശമൊക്കെ വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പല കാലഘട്ടങ്ങളിലായി പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നിരുന്നു. പുതിയ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷേ പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ
ചരിത്രപരമായ പ്രാധാന്യവും പ്രൗഢിയും കണക്കിലെടുത്തുകൊണ്ട് അത് പഴയ പ്രതാപത്തോടു കൂടി മുസിരിസ് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കപ്പെടുകയാണ് ചെയ്തത്. ജുമായ്ക്കൊക്കെ എത്തുന്നവർ ഒരുപാട് അധികം അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ പള്ളി പുനർനിർമ്മിച്ചപ്പോൾ അല്ലെങ്കിൽ പുനരുദ്ധരിച്ചപ്പോൾ അതിന് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായോ? അല്ല, അതിന് അണ്ടർഗ്രൗണ്ടിൽ പ്രത്യേക സംവിധാനം ഉണ്ടാക്കി വരുന്നുണ്ട്. ഇപ്പോൾ അടുത്താണ് മാറ്റിയത്. ഈ പുതിയ മുസ്ലിസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് മാറ്റിയത്. മെയിൻ്റനൻസ് പള്ളി ഇവിടുത്തെ മഹല്ല് സംവിധാനമാണ് ചെയ്യുക. ചുറ്റും മാർബിളൊക്കെ വിരിച്ചല്ലോ, അതൊക്കെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗം ജനങ്ങൾ. ഞാൻ റഷീദ്, ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിക്ക് മുൻവശത്തും വശങ്ങളിലുമെല്ലാം തന്നെ മാർബിൾ വിരിച്ചിരിക്കുകയാണ്. അപ്പം വെള്ള മാർബിളാണ് വിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയിലോട്ട് നോക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും വലിയൊരു അനുഭൂതിയാണ്. കാരണം നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ ആ ഒരു തനിമയോടുകൂടി സംരക്ഷിക്കാനുള്ളെങ്കിൽ ഇവിടുത്തെ ഭാരവാഹികൾക്കും ഒക്കെ ആ ഒരു മനസ്സ് വലിയ അഭിനന്ദനാർഹം തന്നെയാണ്. ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.